പ്രവചനം. പ്രഡിക്ഷൻ എന്താന്ന് ചിലർ ചോദിച്ചു. പ്രഡിക്ഷൻ എന്ന് വെച്ചാൽ പ്രവചനം. അത് ലോജിക്കല്, അത് സയന്റിഫിക് അല്ല, പക്ഷെ അത് യൂസ്ഫുൾ ആണ്. ഇപ്പൊ ജ്യോതിഷത്തിന്റെ പ്രയോജനം നമ്മുടെ പ്രൊഫഷൻ, നമ്മുടെ ജീവിത രീതി, നമുക്ക് ഒരു 20-22 വയസ്സാവുമ്പോ 10ാം ഭാവത്തിൽ ദശ മാറുന്നു, നല്ലൊരു ദശയിലേക്ക് വരുന്നു എങ്കിൽ ചിലപ്പോൾ ജോലി തന്നെ മാറി ബിസിനസ്സിലേക്ക് പോവാം. ബുധനാണ് 10ാം ഭാവത്തിൽ ദശ വരുന്നതെങ്കിൽ ഇത്രയും കാലം ഞാനൊരു അധ്യാപകനായിരുന്നു, ഇനി ഞാൻ ബിസിനസ്സിലേക്ക് പോവാണ്. 10ാം ഭാവം നോക്കിയാൽ ബിസിനസ് നന്നാവുമോ നോക്കാം. അപ്പൊ നമുക്ക് ബിസിനസ് ആയാലും വ്യക്തിഗത കാര്യങ്ങളായാലും അഭിരുചിയാണെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണെങ്കിലും ജാതകം നോക്കിയാൽ നമുക്കത് കുറെയൊക്കെ പ്രയോജനപ്പെടുത്താൻ സാധിക്കും. വീണ്ടും ഒരു ചോദ്യമുണ്ട്, ജാതകം നോക്കാതെ അറിയാൻ പറ്റില്ലേ? ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. വേറെ എന്ത് ടൂളാ ഉള്ളത്? ഫ്യൂച്ചറോളജി കൊണ്ട് പറ്റില്ല, കമ്പ്യൂട്ടർ കൊണ്ട് പറ്റില്ല. നമ്മള് ഒരു നല്ല സയന്റിസ്റ്റിനോട് ചോദിക്കാം, എനിക്ക് പാട്ട് പഠിക്കണമെന്നുണ്ട്, ഞാൻ പാട്ട് പഠിച്ചാൽ വിജയിക്കോ? നിങ്ങൾ ഏത് സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് ചോദിക്കുക, ഉത്തരം പറയില്ല. ഏത് ഡോക്ടറുടെ അടുത്ത് എന്ന് ചോദിക്കുക, ഉത്തരം ശരിയാവണമെന്നില്ല. എനിക്ക് പാട്ട് പഠിക്കണമെന്നുണ്ട്, എനിക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻസി പഠിക്കണമെന്നുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് എന്ന് പറയുമ്പോൾ അതിലൂടെ പോകണമോ വേണ്ടയോ എന്ന് ചോദിക്കാൻ നമ്മുടെ മുമ്പിൽ ഒരെണ്ണേ ഉള്ളൂ, ജ്യോതിഷം മാത്രം. തെറ്റായിട്ട് ഉപയോഗിച്ചാൽ അത് അവനവന് പ്രശ്നം ഉണ്ടാക്കും. ശരിയായിട്ട് ഉപയോഗിച്ചാൽ ലോകത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരേ ഒരു ഉപകരണം നന്നായിട്ട് ഉപയോഗിച്ചാൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കും. ജ്യോതിഷം ശാസ്ത്രമോ? ഉത്തരം ഞാൻ പറഞ്ഞു, ജ്യോതിഷം ശാസ്ത്രമാണ്. ജ്യോതിഷം സയൻസ് ആണോ എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം? അതിൽ അസ്ട്രോണമി സയൻസ് ആണ്, മാത്തമാറ്റിക്സ് സയൻസ് ആണ്, പ്രഡിക്ഷൻ പാർട്ട് സയൻസേ അല്ല. ശാസ്ത്രവും സയൻസും അത് ഞാൻ പറഞ്ഞു. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് മാർഗനിർദ്ദേശം നൽകുന്നത് എന്തോ അതെല്ലാം ശാസ്ത്രമാണ്. മാർഗനിർദ്ദേശം നൽകുന്നതെല്ലാം ശാസ്ത്രമാണ്. ഭഗവത്ഗീത ശാസ്ത്രമാണ്. ഭഗവത്ഗീത സയൻസ് അല്ല, ഭഗവത്ഗീത ശാസ്ത്രമാണ്. ചാണക്യൻ എഴുതിയ അർത്ഥശാസ്ത്രം ശാസ്ത്രമാണ്, പക്ഷെ സയൻസ് അല്ല. പിന്നെ നോക്കുക, ആയുർവേദം സയൻസാണ്, അത് ശാസ്ത്രവുമാണ് യഥാർത്ഥത്തില്. കാരണം എങ്ങനെ ജീവിക്കണമെന്ന് ആയുർവേദം നിർദ്ദേശിക്കുന്നു. ആ ആയുർവേദത്തിലെ ഓരോ മരുന്നിന്റെ കോമ്പോണന്റുകളും സയൻസിൽ വിവരിക്കുന്നത് തന്നെയാണ് ആയുർവേദ മരുന്നിൽ വിവരിക്കുന്നത്. അപ്പോ സയൻസും ശാസ്ത്രവും തമ്മിൽ നല്ല രീതിയിൽ തിരിച്ചറിയാൻ സാധിച്ചാല് പദപ്രയോഗത്തിൽ തെറ്റുവരില്ല, ഭംഗിയായിട്ട് വിവരിച്ചു കൊടുക്കാൻ സാധിക്കും. അടുത്തത് നോക്കാം, പ്രവചനം ആധുനിക ലോകത്തില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാനും നിങ്ങളും നമ്മളും മനസ്സിലാക്കേണ്ടത് ഈ ലോകത്തിലെ സർവ്വതും പ്രവചനമാണ്. ഉറപ്പിച്ച് മനസ്സിലാക്കേണ്ടത് പ്രവചനമല്ലാത്ത ഒന്നും ഈ ലോകത്തിലില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക, നിങ്ങൾ പുകല മുറുക്കിന്ന് വിചാരിക്കാം, പുകല ടുബാക്കോ. ഒരു ഡോക്ടറുടെ അടുത്തേക്ക് പോയ ഡോക്ടർ എന്താ പറയാ? ഈ പുകല ഇങ്ങനെ നിരന്തരം തിന്നാൽ ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്. പ്രവചനമാണ്. ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്. ഇന്നലെ അന്തരീക്ഷം മൂടിക്കെട്ടിയിരുന്നു, അതുകൊണ്ട് നാളെ ചിലപ്പോ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാ ആൽമരത്തിന്റെ ചുവട്ടിൽ സ്റ്റേജ് വെക്കാതെ ഇങ്ങോട്ട് മാറ്റിയത്. യഥാർത്ഥത്തിൽ ഈ സ്റ്റേജ് അവിടെ വെക്കേണ്ടിയിരുന്നത്. അപ്പോ പ്രവചന പ്രകാരം നാളെ ഈ പ്രദേശത്ത് മഴ പെയ്യും. മഴ പെയ്തില്ല, അത് തലയിലെടുത്ത്. അപ്പോ പ്രവചനം മഴ പെയ്യും. അതുപോലെ തന്നെ ആലോചിച്ച് നോക്കാം, നമ്മളുടെ ഈ ഇന്ത്യൻ ഓഷ്യനിലെ, ബംഗാൾ ഓഷ്യനിലെ ജപ്പാനും ചൈനയ്ക്കും ഇടയ്ക്കുള്ള കടല്, ആ കടലിനെ കുറിച്ച് മോഡിയുടെയും അതുപോലെ തന്നെ ഒബാമയുടെയും ചർച്ചയില് ഒരിക്കലും പ്രതിപാദിക്കില്ല. പ്രവചനമായിരുന്നു, പ്രതിപാദിച്ചു. അപ്പൊ എന്തുപറ്റി? ചൈനയുടെ ഏരിയ എക്സ്പാൻഡ് ചെയ്യുന്നതിനെ അമേരിക്ക ഇന്ത്യയോടൊപ്പം സപ്പോർട്ട് ചെയ്യില്ല എന്ന് വിചാരിച്ചിരുന്നു. ആ പ്രവചനം തെറ്റി. അപ്പൊ സപ്പോർട്ട് ചെയ്തു. അപ്പൊ ഏത് മാൽത്തൂസൺ തിയറി നിങ്ങളിൽ ചിലർ പഠിച്ചിട്ടുണ്ടാവും. ജനസംഖ്യ ജോമെട്രിക്കൽ പ്രോഗ്രഷൻ ആയിട്ട് കൂടുന്നു,
ഭക്ഷ്യ ധാന്യങ്ങള് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആയിട്ട് കൂടുന്നു. അത് തെറ്റാ, 100% തെറ്റാ. അപ്പോ പ്രവചനങ്ങള് ജനസംഖ്യയായാലും കമ്പ്യൂട്ടറിന്റെ വ്യാപനമായാലും IT ബിസിനസ് ആയാലും ഡിഫൻസ് ആയാലും ആറ്റമിക് എനർജി ആയാലും ഡെമോഗ്രഫി ആയാലും ജനസംഖ്യയുടെ വിവരണമായാലും വിദ്യാഭ്യാസത്തിന്റെ ആയാലും രോഗത്തിന്റെ ആയാലും എബോള വൈറസ് പ്രവചിച്ചിട്ടേയില്ല, എയ്ഡ്സ് പ്രവചിച്ചിട്ടേയില്ല, സൈക്കോസൊമാറ്റിക് രോഗങ്ങൾ എന്നൊരു രോഗത്തെക്കുറിച്ച് ലോകം ചിന്തിച്ചിട്ടേയില്ല. എന്താ ഇതിന്റെ അർത്ഥം? പ്രവചനം എന്നുള്ളതിലാണ് ഇന്ന് ലോകം നിലനിൽക്കുന്നത്. അപ്പോ ഓർമ്മിക്കാനുള്ളത് ജ്യോതിഷം മാത്രമല്ല, അത് ഏത് തരത്തിലുള്ള വിഷയമാണെങ്കിലും പ്രവചനം എന്നുള്ളത് ലോകത്തിലുണ്ട്. പ്രവചനം സയൻസിലും പ്രവചനമുണ്ട്. എന്താ സയൻസിലെ പ്രവചനം എന്ന് പറയുന്നത്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. 8 കൊല്ലം മുമ്പ് ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞു 2020 ചന്ദ്രനില് നല്ലൊരു നഗരം വരും, ചന്ദ്രനില് നല്ലൊരു സിറ്റി ഉണ്ടാവും, സ്പേസിൽ സിറ്റി ഉണ്ടാവും, സ്പേസ് സിറ്റി ഉണ്ടാവും. ഡോക്ടർ APJ അബ്ദുൽ കലാം അസന്നിഗ്ധമായിട്ട് പറഞ്ഞു. ഇപ്പൊ എല്ലാ ശാസ്ത്രജ്ഞന്മാരും അസന്നിഗ്ധമായിട്ട് പറയുന്നു 2 സാധ്യമല്ല. ഏത്? ചന്ദ്രനിലും മനുഷ്യന് വസിക്കാൻ സാധിക്കില്ല, സ്പേസിലും വസിക്കാൻ സാധിക്കില്ല. അപ്പൊ നേരത്തെ പറഞ്ഞത് തെറ്റി. 2012 വരെയുള്ള ഗവേഷണത്തിൽ പറഞ്ഞിരുന്നു സാരിഡോൺ, അനാസിൻ, ആസ്പ്രോ ഒരു സൈഡ് ഇഫക്റ്റും ഇല്ല എന്ന്. പക്ഷെ 2012 പറഞ്ഞു സാരിഡോണും അനാസിനും ആസ്പ്രായും കഴിച്ചാല് അതിന്റെ സൈഡ് ഇഫക്റ്റ് പുറത്തേക്ക് വരുന്നത് 20 കൊല്ലം കഴിഞ്ഞിട്ടാണ്. മനസ്സിലാവുന്നുണ്ട്? 20 കൊല്ലം കഴിഞ്ഞിട്ടാണ് സൈഡ് ഇഫക്റ്റ് വരുന്നത്. അപ്പൊ ആലോചിച്ച് നോക്കാം, കോഴിയുടെ ഡെഡ് ബോഡിയും പശുവിനെ അറുത്ത് കിട്ടുന്ന ബാക്കി വേസ്റ്റുകളും കാലിത്തീറ്റയാക്കി പശുവിന് കൊടുത്താൽ ധാരാളം പാല് കിട്ടുന്ന ഇംഗ്ലീഷുകാർ കണ്ടുപിടിച്ചു. അതായത് പശുവിനെ അറുത്ത വേസ്റ്റ്, അതിന്റെ കുടല്, അതിന്റെ എല്ല്, ആ ഭാഗമൊക്കെ പശുവിന് തന്നെ തിന്നാൻ കൊടുക്കാം പ്രോസസ് ചെയ്തിട്ട്. പക്ഷെ സംഭവിച്ചത് എന്താണ്? കൗ ഡിസീസ് എന്നും പറഞ്ഞ് 12 ലക്ഷം പശുക്കളെയാണ് പൊട്ടാസ്യം സയനൈഡ് ഇഞ്ചക്ട് ചെയ്തിട്ട് കരിച്ചു കരിച്ചു കളഞ്ഞത്. കാരണം അപ്രതീക്ഷിതമായ രോഗം വന്നു. ഈ ലോകത്തിൽ ആധുനിക ശാസ്ത്രത്തില് അടിമുടി പ്രവചനമാണ്. അതിൽ ചിലത് ശരിയാവും, ചിലത് തെറ്റും. അതുകൊണ്ട് ജ്യോതിഷം എന്ന പ്രവചനം അന്ധവിശ്വാസമാണെന്ന് പറയുന്നതിന് മുമ്പ് ഈ ലോകത്തിലെ എല്ലാ പ്രവചനത്തിലും നന്മകളുമുണ്ട്, തിന്മകളും. ഓർമ്മിക്കാം, ജ്യോതിഷത്തിലെ എല്ലാ പ്രവചനത്തിലും നന്മകളുമുണ്ട്, തിന്മകളുമുണ്ട്, ശരിയാവുന്നതുമുണ്ട്, തെറ്റാവുന്നതുമുണ്ട്, ശരിയാവുന്നതുമുണ്ട്, തെറ്റാവുന്നതുമുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും പ്രവചനത്തെ എതിർക്കാൻ ലോകത്തിലെ ഒരാൾക്കും സാധിക്കില്ല. ന്യായീകരിക്കണമെങ്കിൽ ന്യായീകരിക്കാം, ന്യായീകരിക്കണ്ട എങ്കിൽ ന്യായീകരിക്കണ്ട. പ്രവചനത്തിന്റെ യുക്തിയും പ്രയോജനവും ഈ ലോകത്തില് പ്രവചിക്കാതെ ലോകത്തിൽ ഒരു സ്റ്റെപ്പ് പോലും മുമ്പോട്ട് വെക്കാൻ സാധിക്കില്ല. നിങ്ങൾ നോക്കിക്കോളാം, നേരത്തെ പറഞ്ഞ പോലെ തൃശ്ശൂരിൽ നിന്ന് കേരള എക്സ്പ്രസ്സിൽ കയറി കഴിഞ്ഞാല് നിങ്ങൾ ഡൽഹിയിലേക്ക് വിളിച്ചു പറയും 11:30 മണിക്ക് ഞാൻ ഇവിടുന്ന് ട്രെയിനിൽ കയറി, ഏതാണ്ട് നാളെ അർദ്ധരാത്രി 12 മണിക്ക് ഞാൻ ഡൽഹിയിലെത്തും, ഒരു ടാക്സിയും കൊണ്ട് താൻ അവിടെ വരണം, നമുക്ക് അവിടുന്ന് ടാക്സിയിൽ നേരിട്ട് പോകാം, ഓട്ടോയിൽ പോകുന്നത് ഡൽഹിയിൽ റിസ്ക് ആണ്, അവിടെ വന്നതിന് ശേഷം നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. ഇയാൾ അവിടെ എത്തുന്നത് നിങ്ങൾക്ക് വല്ല ഉറപ്പുണ്ടോ? ഓരോ ഉറപ്പുമില്ല. ഇവിടുന്ന് വണ്ടി കയറി ഉടനെ ടെലിഫോൺ വിളിച്ച് പറയുകയാണ് താൻ ടാക്സിയിൽ വരണം, ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം, ഓട്ടോ റിസ്ക് ആണ്. ഒക്കെ പ്രവചനാണ്. അവിടെ എത്തിയാൽ എത്തി, എത്തിയില്ലെങ്കിൽ എത്തിയില്ല. സൂര്യോദയത്തിന് മുമ്പ് മൂക്കറ്റം തിന്ന് സൂര്യാസ്തമയത്തിന് ശേഷം മൂക്കറ്റം തിന്നുന്നതാണ് റംസാനിലെ വ്രതം. പക്ഷെ 9 ദിവസം പട്ടിണി കിടന്നതാണ് നവരാത്രി വ്രതം. എന്നിട്ടും ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഒരു പ്രോബ്ലം ഇല്ലാണ്ട് അവിടെ മാഡിസൺ സ്ക്വയറിൽ സംസാരിച്ചു. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ക്ഷീണിക്കും, തകരും, തളരും, വളരും, വരളും എന്നൊക്കെ പറഞ്ഞതല്ലേ? അപ്പൊ എന്താ മനസ്സിലായത്? ഫുഡ് ഗീവ്സ് യു എനർജി, മൈൻഡ് ഗീവ്സ് യു പവർ. ഫുഡ് ഗീവ്സ് യു എനർജി, മൈൻഡ് ഗീവ്സ് യു
പവർ, ആ മൈൻഡ് പവറാണ്. ഒബാമയും ഒസാമയും ഒക്കെ ഇരുന്ന് ഭക്ഷണം കഴിച്ചപ്പോ ഇദ്ദേഹം ചൂടുവെള്ളം കുടിച്ചേ. ആരും ആവട്ടെ. അപ്പൊ ശരിക്ക് 9 ദിവസവും 10 ദിവസവും ഭക്ഷണം കഴിക്കാതിരുന്നാൽ തലചുറ്റി വീഴും എന്നൊക്കെ പറയാറില്ലേ? തലചുറ്റിയില്ല, കേട്ടവനെ തലചുറ്റിച്ചു എന്നല്ലാണ്ട് അവനവൻ തലചുറ്റിയില്ല. അപ്പൊ ഓർത്തു നോക്കുക, പ്രവചനങ്ങൾ ജീവിതത്തില് നിരന്തരമുണ്ട്. നിങ്ങൾ ഏതിനെ കുറിച്ച് വേണമെങ്കിലും നോക്കിക്കോളൂ. നമ്മൾ പ്രവചിക്കാതെ തന്നെ അറിയില്ല, 50-52 വയസ്സാവുമ്പോ തലമുടി വെളുക്കും. അപ്പൊ KR ഗൗരി നമ്മുടെ വെളുത്തില്ലല്ലോ. 94 വയസ്സായി, അവരുടെ തലമുടി ഇപ്പോഴും കറുപ്പാ. അവർ ഡൈ തേക്കണില്ല, എനിക്ക് ഉറപ്പിച്ചറിയാം. എന്താ വെളുക്കാത്ത? അവിടെ പ്രവചനം തെറ്റി. അപ്പൊ ഇത് ജീവിതത്തിലുള്ളതാണ്. അടുത്ത വിഷയത്തിലേക്ക് കിടക്കാം. ജ്യോതിഷവും മനുഷ്യ ജനനത്തിലെ ആധാരമായ കർമ്മബലവും. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇവിടെയാണ് ഞാൻ പുതിയ വീക്ഷണത്തിലൂടെ എന്ന് പറഞ്ഞത്. ഞാൻ തുടക്കത്തില് 9:30 തൊട്ട് 10 മണി വരെ വിവരിച്ചതില് ഞാൻ പറയുകയുണ്ടായി, നമുക്കെല്ലാം ജീവിതത്തില് ഒരു ഡെസ്റ്റിനി ഉണ്ട്. എന്തായാലും പറയാ, നിയതി അഥവാ ഡെസ്റ്റിനി. എന്താ ഡെസ്റ്റിനി കൊണ്ട് ഉദ്ദേശിച്ചത്? ജനനം മുതൽക്ക് മരണം വരെ നമ്മൾ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങള് വെൽ ഡെസ്റ്റിൻഡ് ആണ്, വളരെയധികം ഡിസൈഡഡ് ആണ്. നമുക്കത് അംഗീകരിക്കാൻ സാധിച്ചാലും ഇല്ലെങ്കിലും വെൽ ഡിസൈഡഡ് ആണെങ്കിൽ ഏകദേശം ഇന്ന കാലയളവിൽ വിവാഹം കഴിക്കും. ഈ വെൽ ഡെസ്റ്റിൻഡ് ആണ് എന്ന് ഞാൻ പറയുന്നതിന് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൂഫ് വേണമെങ്കിൽ ബ്രയൻ വൈസ് അദ്ദേഹം എഴുതിയ മെനി ലൈവ്സ് മെനി മാസ്റ്റേഴ്സ്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ സൈക്കാട്രി പ്രൊഫസർ എഴുതിയ ആ പുസ്തകമാണ് മെനി ലൈവ്സ് മെനി മാസ്റ്റേഴ്സ്. അതിൽ റിട്രോഗ്രസീവ് ഹിപ്നോട്ടിസം നടത്തിയ കാതറിൻ എന്ന പെൺകുട്ടി, ആ കുട്ടി കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടിക്ക് തീ കണ്ട ഭയങ്കര പേടിയാ. തീ കണ്ടാൽ ഭയങ്കര പേടിയാ. വെള്ളം കണ്ടാൽ ഭയങ്കര പേടിയാ. ആ കുട്ടിയുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡന്റായ കാതറിൻ എന്ന പെൺകുട്ടിയുമായി ഒരു ബന്ധവുമില്ലാത്ത ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ ജോർജ് എന്ന് പറയുന്ന പ്രൊഫസറെ ഈ കാതറിൻ എന്ന പെൺകുട്ടിക്ക് വെറുപ്പാ. പക്ഷെ ജോർജിന് കാതറിനെ അറിഞ്ഞൂടാ. ജോർജ് എന്ന പ്രൊഫസർക്ക് കാതറിനെ അറിഞ്ഞൂടാ. കാതറിന് ജോർജിനോട് വെറുപ്പാ. എന്താ കാരണം? ഇവർ തമ്മിൽ പരിചയമില്ല. പക്ഷെ റിട്രോഗ്രസീവ് ഹിപ്നോട്ടിസത്തിലൂടെ മനസ്സിലായി, 2ാം ലോക മഹായുദ്ധത്തില് അമേരിക്കൻ കപ്പലില് ഒരു സെയിലറായിട്ട് വർക്ക് ചെയ്ത ഈ പെൺകുട്ടി ജപ്പാനിലെ ബോംബ് യുദ്ധക്കപ്പലിൽ വീണ് യുദ്ധക്കപ്പൽ പൊട്ടിത്തെറിച്ചപ്പോൾ ഈ കുട്ടിയുടെ ശരീരത്തിലെ തീയ ആളിക്കത്തിയപ്പോൾ ആ തീയുടെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ കടലിലേക്ക് എടുത്ത് ചാടിയ ആ കഴിഞ്ഞ ജന്മത്തിലെ കാതറിൻ ആ തീയ ശരീരത്തിൽ വ്യാപിച്ചതിന്റെ പേടിയാണ് അടുത്ത ജന്മത്തില് റിഫ്ലക്ട് ചെയ്തത്. ആ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ ആ കുട്ടി കടലിലേക്ക് എടുത്ത് ചാടി മുങ്ങി മരിച്ചതിന്റെ ഭയമാണ് അടുത്ത ജന്മത്തിൽ വെള്ളം കാണുമ്പോൾ ഉണ്ടായ ഭയം. ഓർമ്മിക്കുക, ഞാൻ എഴുതിയ പുസ്തകമല്ല, കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ സൈക്കാട്രി പ്രൊഫസർ എഴുതിയ പുസ്തകം, 2006 പ്രസിദ്ധീകരിച്ച പുസ്തകം. ആദ്യത്തെ വർഷം 70 മില്യൺ കോപ്പികൾ ചെലവായി. 70 മില്യൺ കോപ്പി, 7 കോടി കോപ്പികൾ ചെലവായ പുസ്തകത്തിന് എതിരെ മറ്റൊരു സൈക്കാട്രിസ്റ്റും അഭിപ്രായം പറഞ്ഞിട്ടില്ല. അപ്പൊ അത് ലോകം അംഗീകരിച്ചതാണ്. മാത്രമല്ല, ഇതേ പെൺകുട്ടി ജോർജ് എന്ന് പറയുന്ന പ്രൊഫസറോട് എന്തുകൊണ്ട് ദേഷ്യം വന്നു? കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ ജന്മത്തില് ഈ പെൺകുട്ടിയുടെ ഭർത്താവായിരുന്ന അയാള് ഈ കുട്ടിയെ ഒത്തിരി ദ്രോഹിച്ചിട്ടുണ്ട്. 2 ജന്മം കഴിഞ്ഞ് അത് റിക്കളക്ട് ചെയ്യാൻ. ഇതെല്ലാം പുസ്തകത്തിലുള്ളതാണ്, ഞാൻ പറയുന്നത് കഥയല്ല അതിലുള്ളത്. എന്തിനാ ഇത് ഞാൻ പറഞ്ഞറിയോ? എങ്ങനെയാണോ ശ്രീരാമൻ ജനിച്ച് രാവണ നിഗ്രഹം ചെയ്ത് തിരിച്ചു വന്ന് ഈ ലോകത്തിൽ നിന്ന് യാത്ര പറഞ്ഞത്, രാമന്റെ ജന്മം ഒരു ഉദ്ദേശമുണ്ട്, ഡെസ്റ്റിനി ഉണ്ട്. അതുപോലെ നമ്മളുടെ എല്ലാം ജീവിതത്തില് ഒരു ഡെസ്റ്റിനി ഉണ്ട്. ആ ഡെസ്റ്റിനി അറിയാൻ ജ്യോതിഷം നമുക്ക് പ്രയോജനപ്പെടുത്താം. ജ്യോതിഷത്തിന്റെ ഉപയോഗം എന്ന് പറയുന്നത്
ഡെസ്റ്റിനി ചാർട്ടാണ്. അതുകൊണ്ട് നമ്മളുടെ ഡെസ്റ്റിനി എങ്ങനെയാ തീരുമാനിക്കുക? കഴിഞ്ഞ ജന്മം വരെ ചെയ്ത കർമ്മഫലങ്ങളുടെ അടിസ്ഥാനത്തില്. നമുക്ക് ഒരമ്മയെ തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമില്ല, അച്ഛനെ തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമില്ല, ഏത് വീട്ടിൽ ജനിക്കണമെന്ന് തീരുമാനിക്കാൻ സ്വാതന്ത്ര്യമില്ല, ആണായിട്ട് ജനിക്കണമോ പെണ്ണായിട്ട് ജനിക്കണമോ എന്ന് തീരുമാനിക്കാൻ സ്വാതന്ത്ര്യമില്ല, ഏത് ദേശത്ത് ജനിക്കണമെന്ന് തീരുമാനിക്കാൻ സ്വാതന്ത്ര്യമില്ല, കറുത്ത തൊലി വേണോ വെളുത്ത തൊലി വേണോ തീരുമാനിക്കാൻ സ്വാതന്ത്ര്യമില്ല, പൂച്ചക്കണ്ണ് വേണോ അല്ല കോങ്കണ്ണ് വേണോ, ബ്ലൈൻഡ് ആണോ ഡെഫാണോ ഡംബാണോ തീരുമാനിക്കാൻ സ്വാതന്ത്ര്യമില്ല. ഈ സ്വാതന്ത്ര്യമില്ലായ്മ എന്തുകൊണ്ടുണ്ടായി? അതാണ് നമ്മുടെ കർമ്മഫലം. നമ്മൾ പറയാറില്ലേ, ചില വ്യക്തികള് കണ്ണുപൊട്ടന്മാരായിട്ട് ജനിക്കുമ്പോ, അന്ധരായിട്ട് ജനിക്കുമ്പോ ചില അമ്മൂമ്മമാര് പറയും മുജ്ജന്മ കർമ്മഫലം. എന്താ പറയാ? മുൻജന്മ കർമ്മഫലം. ചിലര് വളരെയധികം ക്രൂരത കാണിക്കാറുണ്ട്. അവൻ ചെയ്തു കൂട്ടിയ കർമ്മത്തിന്റെ ഫലമാണ് അനുഭവിക്കുന്നത്. നമ്മൾ വളരെ കോമൺ ആയിട്ട് പറയാറുണ്ട്. ചില രോഗമുള്ള കുട്ടികളുടെ അടുത്ത് ചെല്ലുമ്പോ അവർ വന്ന് ചോദിക്കാറുണ്ട്, സാറേ ഞാൻ ഈ ജന്മത്തിൽ ഒരു കുഴപ്പവും ചെയ്തിട്ടില്ല സാറേ, പിന്നെ എന്റെ കുട്ടിക്ക് എന്താ സാറേ ഓട്ടിസം വന്നേ, ഞാൻ എന്തുകൊണ്ട് ഈ കുട്ടിയുടെ അമ്മയായി സാറേ, ഞാൻ എന്ത് പാപാ ചെയ്തത്? ചിലപ്പോ പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിലേക്ക് പോകുമ്പോ വേദന തോന്നുന്ന ചോദ്യമാണ്. അമ്മമാര് വന്ന് ചോദിക്കുന്ന ചോദ്യം, എന്റെ കുട്ടിക്ക് 14 വയസ്സായി സാറേ, എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല, അവൻ ഈ ജന്മത്തിൽ എന്ത് പാപാ ചെയ്തേ സാറേ, സാറൊന്ന് പറയണം, ഈ ജന്മത്തിൽ എന്ത് പാപാ ചെയ്തത് ഈ കുട്ടി, ഞാൻ എന്ത് പാപാ ചെയ്ത്? SBTയിലെ ജോലി ഉണ്ടായിരുന്നു, ഈ കുട്ടിക്ക് വേണ്ടി രാജിവെച്ചു, ഒരു ദിവസം രാത്രി ഞാൻ ഉറങ്ങാറില്ല സാറേ, ഈ കുട്ടിക്ക് രാത്രി എങ്ങാനും ഫിറ്റ്സ് വന്നാൽ ഞാൻ എന്ത് ചെയ്യും സാറേ? കരയുക നമ്മുടെ അടുത്ത് വന്നിട്ട്. എന്തുത്തര പറയുക? ഈ ജന്മത്തിൽ രണ്ടുപേരും ഒരു കുഴപ്പവും ചെയ്തിട്ട് പിന്നെ അതിന് എന്താ ഉത്തരം പറയാ? ഒരു ഉത്തരവും ഇല്ല. പറയാൻ പറ്റുന്ന ഉത്തരം എന്ന് പറയുന്നത്, ഒരു പക്ഷേ കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്തു തീർത്തത് അനുഭവിച്ച് തീർക്കാത്തത് ഈ ജന്മത്തിലേക്ക് മാറിയതായിരിക്കാം കുട്ടി. അതുകൊണ്ട് അനുഭവിച്ച് തീർക്കേണ്ടത് അനുഭവിച്ച് തീർത്തേ പറ്റുള്ളൂ കുട്ടി എന്ന് തലോടി ആശ്വസിപ്പിക്കാം. ഞാൻ ഷൊർണൂരിൽ പോയപ്പോ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ കാണാത്ത ഒരു അനുഭവം ഉണ്ടായത്, നല്ലൊരമ്മ, നല്ല ചൈതന്യവത്തായ അമ്മ, നല്ലൊരു പെൺകുട്ടി, നല്ല പെൺകുട്ടിയാ, ഓട്ടീസാണ് കുട്ടിക്ക്. ആ അമ്മ എന്റെ അടുത്ത് വന്ന് പറയാ, കഴിഞ്ഞ മാസം സാറേ സഹിക്കാവുന്നതിന്റെ അവസാനം വരെ സഹിച്ചു സാറേ, മിനിഞ്ഞാന്ന് വൈകുന്നേരം ആരും എന്റെ വീട്ടിലില്ലാത്തപ്പോ തോർത്തമുണ്ടുകൊണ്ട് എന്റെ മകളുടെ കഴുത്തിൽ വരിഞ്ഞു കെട്ടി ഞാൻ പറ്റാവുന്ന ഫോഴ്സ് എല്ലാം ഉപയോഗിച്ച് ആ കുട്ടിയെ കൊല്ലാൻ ശ്രമിച്ചു. അവള് കൈകാലിട്ടടിച്ച് അമ്മേന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന കണ്ടപ്പോ എനിക്ക് താങ്ങാൻ പറ്റിയില്ല സാറേ, ഞാൻ കൈവിട്ടു. അതുകൊണ്ട് എന്റെ മകള് മരിച്ചില്ല. അവളുടെ കഴുത്തിൽ തോർത്തമുണ്ടുകൊണ്ട് വരിഞ്ഞ് കെട്ടി അവള് കൈകാലിട്ട് അടിക്കുമ്പോ ഞാൻ അവളോട് പറഞ്ഞു, മോളെ നിനക്ക് ഓട്ടിസം എന്ന അസുഖമാണ്, എന്നെ കണ്ടാൽ നല്ല ഭംഗിയുണ്ട്, അമ്മ എങ്ങാനും മരിച്ചാൽ നീ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതം എന്താണെന്ന് അമ്മയ്ക്ക് അറിയില്ല മോളെ, അതുകൊണ്ട് നീ ആദ്യം പൊക്കോ, നീ പോയാൽ ഉടനെ അമ്മ കൂട്ടത്തിൽ വരാം എന്ന് പറഞ്ഞിട്ടാ സാറേ ഞാൻ ആ കുട്ടിയെ കൊല്ലാൻ ശ്രമിച്ചത്. ഞാൻ പറയുന്ന മാതിരി ഒന്നല്ല ആ സ്ത്രീ പറഞ്ഞത്. നിങ്ങൾ കേട്ടാൽ നിങ്ങളുടെ നെഞ്ചു പൊട്ടും. അപ്പൊ എന്താ അവരോട് ഉത്തരം പറയാ? ഈ കുട്ടി ഇങ്ങനെ ആയത് എന്താന്ന് എങ്ങനെയാ ഉത്തരം പറയാ? ആ അമ്മയ്ക്ക് ഇങ്ങനെ അനുഭവിക്കേണ്ടി വന്നത് എന്താ കാരണം എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം പറയാ? ലോകത്തിലെ ഒരു സയൻസിനും ഉത്തരം പറയാൻ സാധിക്കില്ല. ലോകത്തിലെ ഒരു സയൻസിനും ഉത്തരം പറയാൻ സാധിക്കില്ല. പിന്നെ ഇൻഫർമേഷൻ കൊടുക്കാൻ സാധിക്കുന്ന ഒന്നാണ് മനുഷ്യ ജന്മത്തില് ആധാരമായ കർമ്മബലവും കർമ്മബലം അനുഭവത്തിന്റെ ചാർട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ജ്യോതിഷത്തിന്റെ ചാർട്ട്. ജാതകത്തില് നമ്മള് അശ്വതി മകം മൂലം അതനുസരിച്ച് ജനിച്ചു കഴിയുമ്പോൾ കേതുദശ ആരംഭിക്കുന്നു. അമ്മയുടെ ഗർഭത്തിൽ എത്ര കാലം കേതുദശ കഴിഞ്ഞോ അത് കഴിഞ്ഞിട്ടൊരു ചാർട്ട് വരയ്ക്കുന്നു. കേതുദശ കഴിഞ്ഞ് ശുക്രദശ കഴിഞ്ഞ് അങ്ങനെ ഓരോ ദശയും കഴിഞ്ഞ് ഈ 12 രാശിചക്രത്തില് ഭാവചക്രമാക്കി മാറ്റി ഓരോ ഗ്രഹവും എവിടെ നിൽക്കുന്നു, 1-ാം ഭാവം 2-ാം ഭാവം 12 ഭാവങ്ങളിലെടുത്ത് ഇയാളുടെ ജീവിതത്തിന്റെ സമഗ്രമായൊരു വീക്ഷണം കൊടുക്കാൻ, ഏതിന്റെ അടിസ്ഥാനത്തില്? ചെയ്തിരിക്കുന്ന കർമ്മബലത്തെ
ചാർട്ടാക്കി മാറ്റുമ്പോൾ, വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ചെയ്തിരിക്കുന്ന കർമ്മബലത്തെ ചാർട്ടാക്കി മാറ്റുമ്പോൾ അതാണ് ജ്യോതിഷത്തിലെ 12 രാശിചക്രങ്ങളിൽ നിൽക്കുന്ന ഈ ഗ്രഹങ്ങള്. ഓർമ്മിക്കുക, ആ ഗ്രഹങ്ങള് നമ്മളെ സൂചിപ്പിക്കുന്നുവേ ഉള്ളൂ, നമുക്ക് തരുന്നില്ല. അത് ഞാൻ ഒന്നുകൂടി വിവരിക്കാം. കർമ്മബലം അനുഭവത്തിന്റെ ചാർട്ട്, അതാണ് ജ്യോതിഷം. സഞ്ചിത കർമ്മബലം ഒറ്റ വാക്കുകൊണ്ട് ഓർമ്മിക്കുക. ഒറ്റ വാക്കുകൊണ്ട് കഴിഞ്ഞ അനവധി ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ജന്മത്തിലേക്ക് വന്നത്. ഓരോ ജന്മവും അനുഭവിച്ച് തീർക്കാത്ത കർമ്മബലങ്ങളുണ്ട്. ഓരോ ജന്മവും അനുഭവിച്ച് തീർക്കാത്ത കർമ്മബലങ്ങൾ എന്ന് എങ്ങനെയാ പറയുക? ഒരു ചെറിയ എക്സാമ്പിളിൽ മനസ്സിലാവും. നിങ്ങൾ തൃശ്ശൂർ മാർക്കറ്റിൽ പോയി എന്ന് വിചാരിക്കുക. ആ മാർക്കറ്റിൽ പോകുമ്പോ അവിടെ ഒരു ടെററിസ്റ്റ്, ഒരു തീവ്രവാദി ബൈക്കിൽ വന്നിറങ്ങി തന്റെ കയ്യിലുള്ള സ്റ്റെൻ ഗൺ ഉപയോഗിച്ച് ഒരു ടെററിസ്റ്റ് തൃശ്ശൂർ മാർക്കറ്റില് ബൈക്കില് മോട്ടോർ സൈക്കിളിൽ വന്നിറങ്ങി ആ സ്റ്റെൻ ഗൺ ഉപയോഗിച്ച് തന്റെ മുമ്പില് 180 ഡിഗ്രി അങ്ങോട്ട് വെടിവെച്ചു എന്ന് വിചാരിക്കാം. മനസ്സിലാവുന്നുണ്ട്? ശരിക്കും നമ്മൾ കാണുന്ന മാതിരി കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ട് വെടിവെച്ചു. അയാൾ ആ സ്റ്റെൻ ഗൺ നേരെ തന്റെ പുറകിലിട്ടു. ആ ഗൺ പുറകിലിട്ട് വണ്ടിയിൽ കയറി പോവാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകുമ്പോ തൊട്ടടുത്തുള്ള പോലീസുകാരൻ ഈ ടെററിസ്റ്റിനെ പിടിക്കാൻ ശ്രമിച്ചു, പറ്റിയില്ല. അയാൾ ബൈക്കിൽ പോയി. പോലീസുകാരൻ കയ്യിലുള്ള പിസ്റ്റൾ കൊണ്ട് മറ്റയാളെ വെടിവെച്ചിട്ടു. അയാൾ താഴെ വീണ് മരിച്ചു എന്ന് വിചാരിക്കാം. ഇത്രയും പറഞ്ഞ മനസ്സിലായോ? ആ തീവ്രവാദി വീണ് മരിച്ചു. ഈ തോക്കുകൊണ്ട് വെടിവെച്ചപ്പോ 10-25 പേര് മരിച്ചു. അതിൽ പല വീട്ടുകാരും അനാഥരായി, പല സ്ത്രീകളും വിധവകളായി, പല കുട്ടികൾക്കും അച്ഛൻ നഷ്ടപ്പെട്ടു, പല അമ്മമാർക്കും മക്കൾ നഷ്ടപ്പെട്ടു. ഇയാൾ വന്ന് വെടിവെച്ചിട്ടപ്പോ അങ്ങനെ അയാള് ചെയ്ത പാപം ആ പോലീസുകാരൻ അയാളെ വെടിവെച്ചിട്ടതോടുകൂടി തീർന്നോ? തീർന്നില്ല. മനസ്സിലായി പറഞ്ഞത്? പോലീസുകാരൻ വെടിവെച്ചിട്ടതോടുകൂടി 5 സെക്കൻഡ് കൊണ്ട് അയാൾ മരിച്ചു. പക്ഷെ ഇത്രയും പേരെ അനാഥരാക്കിയ മഹാപാപം അനുഭവിക്കാതെ കിടക്കുന്നു. തിന്മ നിറഞ്ഞ പ്രവൃത്തിയുടെ ഫലങ്ങള് അനുഭവിക്കാതെ കിടക്കുന്നത് അനുഭവിക്കണ്ടേ? ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ആക്ഷൻ കഴിഞ്ഞു, റിയാക്ഷൻ കഴിഞ്ഞിട്ടില്ല. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ, ആ കർമ്മം ചെയ്തു, അത് താൻ അനുഭവിക്കണ്ടേ? ആ അനുഭവിക്കാൻ ഇനി എപ്പോഴാ വരിക? അയാൾ മരിച്ചും കഴിഞ്ഞു. അപ്പോ വീണ്ടും ഇവിടേക്ക് വന്നേ മതിയാവൂ. ആ വരവാണ് ചെയ്തു കൂട്ടിയ കർമ്മത്തിന്റെ ബലം അനുഭവിക്കാനുള്ള വരവ്. അപ്പൊ കഴിഞ്ഞ ജന്മം വരെ നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ബലം ഒരു സഞ്ചിയിലിട്ട് അടുത്ത ജന്മത്തിലേക്ക് ആത്മാവ് കൈമാറുന്നത് കൊണ്ടായിരിക്കാം അതിനെ സഞ്ചിത കർമ്മബലം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ ആവാൻ കാരണം എന്താ? ചെയ്തു കൂട്ടിയ കർമ്മബലം. നല്ലതും ചീത്തയാവാം, നല്ലതാവാൻ ചീത്തയാവാം. ചെയ്തു കൂട്ടിയ കർമ്മബലം നല്ലതാവാൻ ചീത്തയാവാം. സഞ്ചിത കർമ്മബലം. പിന്നെ ആർജിത കർമ്മബലം ഉണ്ട്. ഈ ഭൂമിയിൽ ജനിച്ചത് മുതൽക്ക് ഇപ്പൊ വരെ ചെയ്ത കർമ്മമുണ്ട്. അക്വയേർഡ് കർമ്മബലം. ജനിച്ചത് മുതൽക്ക് ഞാനിങ്ങനെ പുനർജന്മത്തെ കുറിച്ചൊരു ക്ലാസ് കോഴിക്കോട് എടുത്തു. വലിയൊരു വീട്ടിലാണ് ക്ലാസ് എടുത്തത്. അവിടുത്തെ മുറ്റം എന്ന് പറയുന്നത് തന്നെ 25 സെന്റ് ഉണ്ട്. അത് മുഴുവൻ ഇന്റർലോക്ക് വൃക്കിട്ടിരിക്കുക. 25 അല്ല, 50 സെന്റ് ഉണ്ട്. നിറച്ച ആൾക്കാരാ. ഞാൻ ഈ കർമ്മബലത്തെ കുറിച്ച് പറഞ്ഞു കഴിയുമ്പോ ഞാൻ അത് ക്ലാസ് നിർത്തലും വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നതിന് മുമ്പ് 2-3 IPS ഉദ്യോഗസ്ഥർ റിട്ടയർ ആയവര് എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, സാറേ ഞങ്ങൾ ചെയ്തതൊക്കെ ഇനി അനുഭവിക്കേണ്ടി വരുമോ? ഞാൻ പറഞ്ഞു, മൈക്ക് ഓഫ് ചെയ്തിട്ടില്ല അവർ. കാരണം ഇവർ പറയുന്നത് കേൾക്കാം, പുറത്ത് കേൾക്കാമേ. മൈക്ക് ഓഫ് ചെയ്തിട്ടില്ല. സാറേ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുമോ? അവരുടെ നെഞ്ചിലെ പെടച്ചിൽ എന്റെ സൈഡിൽ വന്ന് നിൽക്കുമ്പോ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോ നമ്മൾ ചെയ്തത് അനുഭവിച്ചല്ലേ തീരുള്ളൂ. അതല്ലേ IG ലക്ഷ്മണയ്ക്ക് പറ്റിയത്. ആർജിത കർമ്മബലം കഴിഞ്ഞ ജന്മത്തിലെ അല്ല, ഈ ജന്മത്തിലെയാണ്. അല്ലെ? 38ാമത്തെ വയസ്സിൽ 1972 ഫെബ്രുവരി മാസം 18 വർഗീസിനെ കൊല്ലാൻ പറഞ്ഞു. അതാണ് 78ാമത്തെ വയസ്സിൽ ജയിലിൽ പോയി കിടക്കേണ്ടി വന്നത്. പുറത്തേക്ക് വന്നു. മനുഷ്യാവകാശ കമ്മീഷൻ പിന്നെയും CBI കേസ് കൊടുത്തിട്ടുണ്ട്. മിനിഞ്ഞാന്ന്. നിങ്ങൾക്ക് അറിയുമെന്ന് അറിഞ്ഞൂടാ. കേരളത്തിലായതുകൊണ്ട് നിങ്ങൾക്ക് അറിയാൻ സാധ്യതയില്ല.
അപ്പൊ ഓർമ്മിക്കുക, ഈ ജന്മത്തിൽ ചെയ്തു കൂട്ടിയത് കുറെ ഉണ്ട്. അതൊക്കെ അനുഭവിച്ചു തീർത്തേ മനസ്സിലാവും. അറിയാതെയാണെങ്കിലും പറയാണ്, മെഹബൂബ് നഗർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഹൈദരാബാദിനകത്ത്. അവിടെ ശങ്കരാചാര്യര് ധർമ്മത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തുരുമ്പ് പിടിച്ച ഒരു പോലീസ് വണ്ടിയില് ശങ്കരാചാര്യരെ ജയലളിത അറസ്റ്റ് ചെയ്തത്. ഇപ്പൊ അമ്മച്ചി എവിടെ കിടക്കുന്നു മനസ്സിലായി? ശങ്കരാചാര്യ വലിയ കുഴപ്പമില്ലാണ്ട് പുറത്തുണ്ട്. ഞാൻ അവിടെ കാഞ്ചീപുരത്തേക്ക് കഴിഞ്ഞ മാസം പോയപ്പോ കണ്ടിരുന്നു. ഇപ്പൊ അമ്മച്ചി അകത്ത് കിടന്നു. അപ്പൊ താൻ നിരന്തരം അർത്ഥം മനസ്സിലായി. അപ്പൊ നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തതും അനുഭവിച്ചേ പറ്റൂ, ഈ ജന്മത്തിൽ ചെയ്തതും അനുഭവിച്ചു. അതിന്റെ ചാർട്ടാണ് ജ്യോതിഷം. സഞ്ചിത കർമ്മബലം, ആർജിത കർമ്മബലം, പ്രാരബ്ധ കർമ്മബലം. എന്താ പ്രാരബ്ധ കർമ്മബലം? ഇപ്പൊ ചെയ്തൊരു കർമ്മം അതിനിപ്പോ ബലമുണ്ട്. 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് ഒരു കുട്ടി നല്ലോണം പഠിച്ചാൽ അതിന്റെ ബലം എന്താ? നല്ല മാർക്ക് കിട്ടും. അത് അപ്പുള്ള പ്രാരബ്ധ കർമ്മബലം, നല്ല കർമ്മബലം. അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കാണ് ഒരാൾ ലോട്ടറിയും കൊണ്ടുവന്നത്, ലോട്ടറി ടിക്കറ്റ് കൊണ്ടുവന്നത്, കാരുണ്യ ലോട്ടറി. സാധാരണ എടുക്കാറില്ല, അപ്പെടുത്തു അല്ലേ? തിരുവല്ലയില് പിതൃകർമ്മം നടത്തി വീട്ടിലേക്ക് പോയ ആൾ ഇന്ന് വരെ ലോട്ടറി എടുക്കാറില്ല. എടുത്തു, 7 കോടി അടിച്ചു. തിരുവനന്തപുരത്തെ തിരുവല്ലത്തില് അവിടെ നിന്ന് എടുത്തതുമല്ല, വീട്ടിലേക്ക് പോണ വഴിക്ക് എടുത്തതാ. അപ്പൊ അപ്പ ചെയ്തതിനൊരു റിസൾട്ട്. ഇപ്പൊ 3 തരത്തിലുള്ള കർമ്മബലമാണ് ജീവിതത്തിൽ നമ്മൾ അനുശാസിക്കുക. ഇത് അനുഭവിക്കാനുള്ള യോഗം, ഇത് നമ്മൾ ഇന്നും മനസ്സിലാക്കണം. ജാതകം എന്ന് പറയുന്നത് എന്റെ ലൈഫ് ചാർട്ടാണ്. അതിനകത്ത് നല്ലൊരു പോയിന്റ് ഉണ്ട്. കുട്ടികൾ ജനിക്കുമ്പോ ആ കുട്ടികൾ ജാതകത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ മാത്രമല്ല ആ കുട്ടികളുടെ ജീവിതത്തെ പ്രഡിക്റ്റ് ചെയ്യാനുള്ളത്. ആ ആത്മാവ് ഈ 2 ശരീരത്തെ തിരഞ്ഞെടുക്കുമ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത കർമ്മബലവും കൂടി ഇരട്ടകളുടെ ജീവിതത്തിൽ വരും. അതുകൊണ്ട് ചിലപ്പോ ഒരു കുട്ടി നല്ല രീതിയിൽ പോയി എന്ന് വരും, മറ്റൊരു കുട്ടി വേറെ രീതിയിൽ പോയി. അവിടെ ജാതകം പലപ്പോഴും പരാജയപ്പെടാറുണ്ട്. ഇരട്ടകളുടെ ജാതക നിർണയം, ജ്യോതിഷം ഇരട്ടകളുടെ കാര്യത്തില് പരാജയപ്പെടാറുണ്ട്. അതുകൊണ്ട് ഓർമ്മിക്കുക, ജാതകം വിവരിക്കുമ്പോൾ ഇരട്ടകൾ എന്തുകൊണ്ട് ഒരേപോലെ ആയില്ല എന്ന ചോദ്യത്തിന് ഉത്തരം എന്താണ്? അതിന് യഥാർത്ഥത്തിൽ ഉത്തരം പറയാൻ സാധിക്കില്ല. ആ ചാർട്ട്, ആ സഞ്ചിത കർമ്മബലം, ആർജിത കർമ്മബലം, പ്രാരബ്ധ കർമ്മബലവും അനുസരിച്ച് ആ കുട്ടിയുടെ ആത്മാവ് ആ ശരീരം തെരഞ്ഞെടുത്തപ്പോൾ ആത്മാവ് ക്യാരി ഓവർ ചെയ്ത കർമ്മബലത്തിനനുസരിച്ചിട്ടായിരിക്കും അവരുടെ ജീവിതം വരിക. അവിടെ ജാതകത്തിന്, ജ്യോതിഷത്തിന് ചിലപ്പോൾ തെറ്റുപറ്റുകയോ കുറവുണ്ടാവുകയോ പരാജയപ്പെടുകയോ വിവരണം ശരിയല്ലാതെ ആവുകയോ ചെയ്യാം. അതുകൊണ്ട് എല്ലാ സ്ഥലത്തും ആപ്ലിക്കബിൾ അല്ല ചില കാര്യങ്ങൾ. വളരെ ഇമ്പോർട്ടന്റാ. ഈ ട്വിൻസിന്റെ കാര്യത്തില് ചിലപ്പോ പ്രഡിക്ഷൻ 100% തെറ്റി എന്ന് വരും. അതുകൊണ്ട് ജാതകം തെറ്റാണെന്നല്ല, അവരുടെ കാര്യത്തിൽ അത് യോജിക്കുന്നില്ല. അതുകൊണ്ട് തുറന്നു പറയാനുള്ളത്, എല്ലായിടത്തും എപ്പോഴും എല്ലാവർക്കും എല്ലാ കാര്യത്തിലും ജാതകം പെർഫെക്റ്റ് ആവണമെന്നില്ല. അങ്ങനെ പറയാൻ കാരണം എന്താ? ഒരു വിവരണവും കൂടി അടുത്ത് വരുന്നുണ്ട്, അപ്പോ പൂർണ്ണമായിട്ട് മനസ്സിലാവും. അപ്പോ ജാതകൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന ചോദ്യത്തിലും എത്ര പാരാമീറ്ററാ ഉള്ളതെന്ന് നോക്കാം. 12 രാശിയുണ്ട്, 9 ഗ്രഹങ്ങളുണ്ട്, 12 കോമ്പിനേഷൻ ഉണ്ട്. 12 രാശികള്, 9 ഗ്രഹങ്ങള്, 12 കോമ്പിനേഷൻ. വീണ്ടും പറയുന്നു, 12 രാശികള്, രാഹു കേതു ഉൾപ്പെടെ 9 ഗ്രഹങ്ങള്, 12 കോമ്പിനേഷൻ. എത്രയാ മൊത്തത്തിൽ വരിക? 12:9, the whole raised to 12. 12:9, the whole raised to 12. ആനന്ദമായിട്ടുള്ള കോമ്പിനേഷനാ ഉള്ളത്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യാ? ഏതാണ്ട് പ്രകടമായ കോമ്പിനേഷൻസ് ഉപയോഗിച്ചിട്ടാണ് ജാതകം വിവരിക്കുക. എല്ലാം എടുത്ത് വിവരിക്കാൻ സാധിക്കില്ല. കാരണം മണിക്കൂറുകളോളമോ ദിവസങ്ങളോളമോ മാസങ്ങളോളമോ ഇരുന്നാൽ പോലും എല്ലാം നോക്കിയിട്ട് വിവരിക്കാൻ സാധിക്കില്ല. ചില വ്യക്തികള്, അസാധാരണമായ കപ്പാസിറ്റിയുള്ള വ്യക്തികള്,
ചിലപ്പോൾ വിജയിച്ചു എന്ന് വരും. ചെറിയൊരു എക്സാമ്പിള്. പന്തളം രാജാവ് ആസ്ഥാന ജ്യോത്സ്യനെ വിളിച്ച് ചോദിച്ചു, എന്റെ മരണം എന്നാണ്. ശരിക്ക് നടന്ന കഥയാണ്, നടന്ന സംഭവമാണ്. എന്റെ മരണം എന്നാണ്. ഉടനെ ജ്യോത്സ്യൻ പറഞ്ഞു, ഒരു വ്യക്തിയുടെയും മരണം പറയരുത് എന്നാണ് ജ്യോതിഷൻ ആദ്യം എടുക്കുന്ന സത്യപ്രതിജ്ഞ. ഒരു വ്യക്തിയുടെ മരണം പറയരുത്. കാരണം പറഞ്ഞു പോയാൽ അന്നുവരെ അയാളൊരു ടെൻഷനില്ല, മരിക്കുമല്ലോ എന്നുള്ള. നമ്മളൊക്കെ മരിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ജീവിക്കണത്. മരിക്കുന്ന അറിയാമെങ്കിലും എന്നറിഞ്ഞൂടല്ലോ. അപ്പോ പന്തളം രാജാവ് പറഞ്ഞു, എനിക്ക് നല്ല തന്റേടമുണ്ട്, ധൈര്യമുണ്ട്, അത് കാരണം എന്റെ മരണ ദിവസം പറയാം എന്ന് പറഞ്ഞു. അദ്ദേഹം കറക്റ്റായിട്ടിരുന്ന് മുഴുവനും നോക്കിയിട്ട് പറഞ്ഞു, ഇനി 8 വർഷം 23 ദിവസം 8 മണിക്കൂർ ആയുസ്സുണ്ട്, ശ്വാസതടസ്സം കൊണ്ടായിരിക്കും മരിക്കാം. അപ്പൊ അങ്ങ് മരിക്കുന്നതിന്റെ മുമ്പിലത്തെ ദിവസം ഉച്ചയ്ക്ക് ഞാൻ ഇവിടെ എത്തിക്കോളാം എന്ന് പറഞ്ഞ് അങ്ങനെ പോയി. ഇത്രേ പറഞ്ഞുള്ളൂ. അർത്ഥം മനസ്സിലായി? റിപ്പീറ്റ് ചെയ്യണില്ല. ഈ പറഞ്ഞ സമയമൊക്കെ കഴിഞ്ഞു. അടുത്ത ദിവസം രാവിലെ ഇയാൾ മരിക്കേണ്ടതാ, രാജാവ് മരിക്കണം. ഇയാൾക്ക് ഒരു കുഴപ്പമില്ല, ശ്വാസതടസ്സവും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല. അതിന്റെ മുമ്പിലത്തെ ദിവസം ഉച്ചയ്ക്ക് ജ്യോത്സ്യം വന്നു. അപ്പൊ നാളെ രാവിലെ നമുക്ക് പോകാനുള്ളതല്ലേ? ഇയാളുടെ ചോദ്യമാണ് നാളെ രാവിലെ പോകാൻ. അപ്പൊ നേരത്തെ എഴുന്നേൽക്കുക, നേരത്തെ കുളിക്കുക, അമ്പലത്തിൽ പോയിട്ട് വരാം, ബാക്കിയുള്ളതൊക്കെ ചെയ്യാം. ഇപ്പൊ ഇയാള് മരിക്കാതിരിക്കാൻ അതിശക്തമായ മൃത്യുഞ്ജയഹോമം നടത്തുകയാണ്. മൃത്യുഞ്ജയഹോമം, ആയുഷ്യഹോമം, വരുത്താവുന്ന സകല പണ്ഡിതരെയും വിളിച്ച് ഹോമവും കർമ്മവും ഒക്കെ നടത്തും. ഇതൊക്കെ ചരിത്രമാണ് കേട്ടോ, സ്റ്റോറിയല്ല, ഹിസ്റ്ററി. സർവ്വത് നടത്തി. രാവിലെ രാജാവ് എഴുന്നേറ്റ് 4 മണിക്ക്, ആൾക്ക് ഒരു കുഴപ്പമില്ല. 5 മണിക്ക് കുളിച്ച് അമ്പലത്തിൽ പോയിട്ട് വന്നു, ഒരു കുഴപ്പമില്ല. ജ്യോത്സ്യനോട് ചോദിച്ചു, എനിക്ക് ഒരു കുഴപ്പമില്ലല്ലോ. അല്ല, അങ്ങ് 7 മണിക്കല്ലേ പോകേണ്ടത്, അപ്പൊ കുഴപ്പം വന്നാൽ മതിയല്ലോ, ഇപ്പൊ എന്തിനാ അങ്ങ് അതിനെ കുറിച്ച് ആലോചിക്കണത്? 7 മണി എന്ന സമയം ഒന്ന് തീർന്നു കിട്ടാൻ, തീർന്ന പിന്നെ മരിക്കില്ല. 7 മണിക്ക് മൃത്യുഞ്ജയ ഹോമം നടത്തി അതിലെ നാളികേരത്തിന്റെ കഷ്ണവും അവിലും മലരും ആ പ്രസാദം പൂജിച്ച് നല്ല മന്ത്രോച്ചാരണ സമയത്ത് അത് കഴിച്ചു. അത് ഇടത്തോണ്ടേ പോയി ശ്വാസം ബ്ലോക്കായി മരിച്ചു. ഇടത്തോണ്ട് മനസ്സിലായില്ല പറഞ്ഞത്? അതാണ് മരണത്തിന് കാരണമായത്. ഈ മൃത്യുഞ്ജയ ഹോമത്തിന്റെ പ്രസാദമാണ് മരണത്തിന് കാരണമായത്. ഭവിതവ്യം ഭവേദേവ. സംസ്കൃതത്തിൽ ഒരു വരിയുണ്ട്, ഭവിതവ്യം ഭവേദേവ. വരാനുള്ളത് വന്നേ തീരും. അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ വരാനുള്ളത് വന്നേ തീരൂ. അതറിയാനുള്ള ഒരു വഴിയാണ് ഇതെല്ലാം. ഇനി ജാതകം നോക്കിയിട്ട് ആള് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ അത് അന്വേഷിക്കാനായിട്ട് നമ്മൾ പോവരുത്. എന്താ കാരണം അറിയോ? അയാൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഒരു സിംഗിൾ പാരാമീറ്ററില് ഒരാൾക്കും പറയാൻ സാധിക്കില്ല. ജാതകം ശരിയാണെന്ന് തെളിയിക്കാൻ ഇതുമാതിരിയുള്ള വെല്ലുവിളികള് ഏറ്റെടുക്കരുത്. ജാതകത്തിന്റെ ഉടമസ്ഥനാണോ പെണ്ണോ ഏതായാലെന്താ? എന്റെ അടുത്ത് ആരെങ്കിലും ചോദിക്കുമ്പോ ഞാൻ പറയാറുണ്ട്, ആണോ പെണ്ണോ എന്നറിയാൻ ഞാൻ ജാതകം ഗണിക്കേണ്ട വല്ല കാര്യമില്ലോ, ടെലിഫോൺ വിളിച്ച് ചോദിച്ചാൽ പോരെ, അല്ലെങ്കിൽ വീട്ടിൽ പോയി ചോദിച്ചാൽ പോരെ. എന്തിനാ ഇങ്ങനെയുള്ള വഴി കൂടെ വരുന്നത്? അപ്പൊ നമ്മള് ഏതെങ്കിലും ഒരു വെല്ലുവിളി ഏറ്റെടുക്കുമ്പോൾ അത് നെഗറ്റീവായിട്ടുള്ളതോ ഡിഗ്രേഡ് ചെയ്യാനോ ബിലിറ്റിൽ ചെയ്യാനോ ഡെനിഗ്രേറ്റ് ചെയ്യാനോ കളിയാക്കാനോ ഉള്ള ഒന്നിലേക്ക് നമ്മൾ ചെന്ന് പെടേണ്ട കാര്യമില്ല. ഞാൻ നിങ്ങളുടെ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറില്ല. എന്റെ ഉദ്ദേശം എന്താ? ആ ജാതകത്തെ എങ്ങനെയെങ്കിലും പ്രയോജനപ്പെടുത്താമെങ്കിൽ അത് പ്രയോജനപ്പെടുത്തൽ മാത്രമാണ് എന്റെ ഉദ്ദേശം. അടുത്ത പാരഗ്രാഫ്, ജ്യോതിഷത്തിലെ സയൻസ്. ഞാൻ നേരത്തെ പറഞ്ഞു, ജ്യോതിഷത്തിലെ 2 ഭാഗം സയൻസാണ്. ജ്യോതിഷത്തെ 3ആയിട്ട് തിരിക്കാം. അതിലെ ഒന്ന് അസ്ട്രോണമി. അസ്ട്രോണമി എന്നുള്ള സയൻസാണ്. ഒന്ന് ആലോചിച്ച് നോക്കാം. ചിലർ ചോദിക്കാറുണ്ട്, ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടുപിടിച്ചത് കോപ്പർനിക്കസ്, ഗലീലിയോ, മഗല്ലൻ അവരൊക്കെ അല്ലേ? അപ്പൊ പിന്നെ എങ്ങനെയാ നിങ്ങൾ ഈ ജ്യോതിഷം ഭൂമി ഫ്ലാറ്റ് ആണെന്ന് അതിന് മുമ്പ് കണ്ടുപിടിച്ചിരുന്നത്? അല്ല. ഭാഗവതം വായിച്ചാൽ അറിയാം, ഭുവനകോശ അധ്യായം എന്നൊരു അധ്യായമാണ് ഭുവനകോശം. അതിൽ 3 അധ്യായം ഭൂഗോള വർണ്ണനമാണ്. ആ വാക്കെന്താണ്? ഭൂഗോള വർണ്ണനം. ഈ ആര്യഭടൻ എഴുതിയ പുസ്തകം നോക്കാം. മൃത് ജല ശിഖി വായുമയോ ഭൂഗോള സർവതോ വൃത്ത. മൃത്ത് മണ്ണ്, ജലം, ശിഖി അഗ്നി, വായു തന്നെ.
വെള്ളം, അഗ്നി, മണ്ണ്, വായു അടങ്ങിയ ഭൂഗോളം സർവതോവൃത്ത. എവിടെ നിന്ന് നോക്കിയാലും വൃത്താകൃതി കാണും. ചന്ദ്രനെ വൃത്താകൃതി കാണുന്ന മാതിരി. നീല ഭൂവ്യാസ 1050 യോജനയാണ് ഭൂമിയുടെ ഡയമീറ്റർ. ഒരു യോജന 12.11 കിലോമീറ്റർ. ഒരു യോജന 12.11 കിലോമീറ്റർ. അപ്പൊ ഭൂമിയുടെ ഡയമീറ്റർ എത്രയാണ്? 1050 × 12.11 കിലോമീറ്റർ നോക്കിയാൽ കറക്റ്റാണ് ഭൂമിയുടെ ഡയമീറ്റർ. അത് ഭൂമിയുടെ ചെരിവ് ഭാ അപക്രമോ ഗ്രഹാംശ. ഭൂമിയുടെ ചെരിവ് ഭാ എന്ന് വെച്ച് കഴിഞ്ഞാൽ 24. ഭാ എന്ന് വെച്ച് കഴിഞ്ഞാല് 24. എങ്ങനെയാ ഭാ 24 ആയത്? ആര്യഭട്ടീയ നമ്പർ സിസ്റ്റത്തില് ക എന്ന അക്ഷരം 1, ഘ എന്ന അക്ഷരം 2, ഗ 3, ഘ മേഘം, ഘ 4, ങ 5, ച 6, ഛ 7, ജ 8, ജഷത്തിന്റെ ജ 9, ഞ 10. അങ്ങനെ എടുത്തു വന്നാൽ മാ എത്രാമത്തെ അക്ഷരാവും? ക 1, മാ എത്രാമത്തെ അക്ഷരാവും? 25 അല്ലേ? 6 ഘനാക്ഷരങ്ങൾ എന്ന 5 ലെവല് ക, ച, ട, ത. അപ്പോ പ അല്ലെ? ഓരോന്നിലും അയ്യഞ്ചെണ്ണല്ലോ. അപ്പോ 5 × 5 മാ എന്ന് പറയുന്നത് 20. അതിന് തൊട്ട് മുമ്പുള്ള ഭ, കുതിരവട്ടം പപ്പു പറഞ്ഞ മാതിരി ബിരിയാണിയുടെ ഭാ ആണോ അല്ല ഭാരതത്തിന്റെ ഭാ ആണോ എന്ന് ചോദിച്ചത് ഓർമ്മയുണ്ടല്ലോ ഇല്ലേ? ഭാരതത്തിന്റെ ഭാ. അപ്പൊ എത്രാമത്തെ ആയിരിക്കും നമ്പർ? അത് 24. ഭാ അപക്രമോ ഗ്രഹാംശ. ക്രമം നേരിട്ട്, അപക്രമം ചെരിവ്, അംശ ഡിഗ്രി. അംശം എന്ന് വെച്ചാൽ ഡിഗ്രി. ഭാ അപക്രമോ ഗ്രഹാംശ. ഭൂമിയുടെ ചെരിവ് 24 ഡിഗ്രിയാണ്. ഇപ്പത്തെ കണക്കനുസരിച്ച് എത്രയാ? ഭൂമിയുടെ ചെരിവ് 23 ഡിഗ്രി 56 മിനിറ്റ് ആണ് ഹയസ്റ്റ് ഡിക്ലിനേഷൻ. അപ്പൊ 23 ഡിഗ്രി 56 മിനിറ്റ്. ആര്യഭട്ടൻ കണ്ടുപിടിച്ചത് എത്രയാണ്? 24 ഡിഗ്രി. കറക്റ്റാ വാല്യൂ. ഭൂമിയുടെ ഡയമീറ്റർ കറക്റ്റാണ്. ഭൂമിയുടെ കറക്കം പ്രാണേനൈതി കലാഭൂഹു ഭ്രമയതി. ഒരു ശ്വാസോച്ഛ്വാസം വിടുന്ന സമയത്ത് ഭൂമി ഒരു ആംഗുലർ മിനിറ്റ് കറങ്ങുന്നു. ഒരു ആംഗുലർ മിനിറ്റ് ഭൂമി കറങ്ങുന്നു. ഒരു ശ്വാസോച്ഛ്വാസം വിടുന്ന സമയത്ത് എത്രയാണെന്നറിയോ? ഒരു മിനിറ്റിൽ നമ്മൾ 16 പ്രാവശ്യം ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു. ഒരു മിനിറ്റില് 16 പ്രാവശ്യം ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു എങ്കിൽ ഒരു ശ്വാസോച്ഛ്വാസത്തിന് എത്ര സെക്കൻഡ് വേണം? 60/16 4 സെക്കൻഡ്. 4 സെക്കൻഡില് ഭൂമി ഒരു ആംഗുലർ മിനിറ്റ് കറങ്ങുന്നു. കറക്റ്റ് വാല്യൂ ആ. നിങ്ങൾ ഈ ഭൂമിയെ കുറിച്ച് ഏത് ചോദ്യം വേണമെങ്കിൽ എഴുതി തരിക, ഞാൻ അതിന്റെ സംസ്കൃതം തിരിച്ചു പറയാം. അത് വലിയ കാര്യമായിട്ട് പറഞ്ഞല്ല. എന്തിനാ ഇത് പറഞ്ഞറിയോ? നമ്മള് ഇപ്പൊ പറഞ്ഞ ജ്യോതിഷത്തിലെ സയൻസ്. ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞല്ലോ, ജ്യോതിഷത്തിൽ അസ്ട്രോണമി ഉണ്ട്, അത് പ്യുവർ സയൻസ് ആണ്. ഈ പുതുമന സോമയാജി എന്ന് പറഞ്ഞ ഒരാളുണ്ട്, നമ്മൾ കേട്ട് കാണില്ല, കേരളീയനാണ്, തിരൂരിനടുത്ത് ആണ് താമസിച്ചിരുന്നത്. പുതുമന സോമയാജി പറഞ്ഞത് എന്താ അറിയോ? ഗോപാജ്ഞയാ ദിനധാമ. ഗോപാജ്ഞയാ ദിനധാമ. വെറുതെ കേട്ട ഉടനെ കളഞ്ഞേക്ക, തലയിൽ വെക്കാൻ പറ്റില്ല. ഗോപാജ്ഞയ. ഗ എന്ന് പറഞ്ഞാൽ 3, പ എന്ന് പറഞ്ഞാല് 1, ഗോപാജ്ഞ എന്ന് പറഞ്ഞാൽ 0, ഗോപാജ്ഞ യ 1, ദി 8, ന 0, ധ 9, മ 5. ഭൂമി കറങ്ങുന്നത്, സൂര്യന് ചുറ്റും പ്രദക്ഷിണം വെക്കുന്നത് 59 ആംഗുലർ മിനിറ്റ് 8 സെക്കൻഡ് 10 ഡെസി സെക്കൻഡ് 13 മൈക്രോ സെക്കൻഡ്. ഗോപാജ്ഞ ദിനധാമ എന്ന കടപയാതി നമ്പർ സിസ്റ്റത്തിൽ പറയുന്നത് 59 മിനിറ്റ് 8 സെക്കൻഡ് 10 ഡെസി സെക്കൻഡ് 13 മൈക്രോ സെക്കൻഡ് ആംഗുലർ വെലോസിറ്റിയിലാണ് ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നതെന്ന് കണ്ടുപിടിച്ചത് സർ ഐസക് ന്യൂട്ടൺ ജനിക്കുന്നതിന് 110 വർഷങ്ങൾക്ക് മുമ്പാണ്. ജനിക്കുന്നതിന് 110 വർഷങ്ങൾ. അപ്പോൾ ഇതെല്ലാ പുസ്തകവും അവൈലബിൾ ആണെന്ന് മാത്രമല്ല, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് അതൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് പബ്ലിഷ് ചെയ്തതിനാണ് എനിക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡോക്ടർ ഓഫ് ലിറ്ററേച്ചർ ഡിലിറ്റ് തന്നത്. ഇന്ത്യയിലെ സയന്റിസ്റ്റുമാർക്ക് ഡിലിറ്റ് കൊടുക്കാറില്ല, DSc കൊടുക്കാറുണ്ട്, ഡോക്ടർ ഓഫ് സയൻസേ കൊടുക്കാറുണ്ട്. അപ്പൊ ഞാൻ എന്തിനാ പറഞ്ഞറിയോ? ജ്യോതിഷത്തിലെ അസ്ട്രോണമി
പ്യുവർ സയൻസാണ്. ഇന്നത്തെ കാലഘട്ടത്തിലെ സയൻസാണ് ആസ്ട്രോണമി. അതിന്റെ വികാസം ആര്യഭടന്റെ കാലം മുതൽക്ക് 1750 വരെ 1750 വരെ നമ്മുടെ ആസ്ട്രോണമി പെർഫെക്റ്റ് ആയിട്ട് വികസിച്ചിട്ടുണ്ട്. ഒരു വരി പറയാം, ഓർമ്മ വരുമോ നോക്കാം. AD 748 എഴുതിയ ഒരു പുസ്തകമുണ്ട്. AD 748 എഴുതിയ വടേശ്വര സിദ്ധാന്തം എന്ന പുസ്തകമുണ്ട്. തിരുവനന്തപുരത്തെ പ്രസിദ്ധമായ കോളേജ് മാർ ഇവാനിയോസ് കോളേജ് കേട്ട് കാണും നിങ്ങള്. തിരുവനന്തപുരത്തെ മാർ ഇവാനിയോസ് കോളേജിലെ 2 പ്രൊഫസർമാര് എൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞു, ഞങ്ങള് മാത്തമാറ്റിക്സില് PhD എടുക്കാൻ ആഗ്രഹിക്കുന്നു. UGC കണക്ക് പ്രകാരം ആറ്റത്ത് കേൾക്കുന്നുണ്ടോ? UGC പ്രകാരം പ്രൊഫസർമാർക്ക് PhD വേണം. അപ്പോ ഏൻഷ്യന്റ് ഇന്ത്യൻ മാത്തമാറ്റിക്സില് PhD എടുക്കാൻ ആഗ്രഹിക്കുന്നു. സാറിന്റെ കയ്യിൽ വല്ല പുസ്തകം ഉണ്ടോ? ഞാൻ പറഞ്ഞു, ഞാൻ പുസ്തകം തരാം. AD 748 എഴുതിയ വടേശ്വര സിദ്ധാന്തം എന്ന പുസ്തകം സംസ്കൃതവും കൊടുത്തു, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനും കൊടുത്തു.